നമസ്കാരം, നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിജയകഥയാണ്. ഹെവി ഡിപ്രഷനിൽ വന്നൊരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ വിജയ്. അതായത് സ്പിരിച്വലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അയാളുടെ ബാക്കിയുള്ള ഏരിയയിലൊക്കെ ഒരു റിലേഷൻ പ്രോബ്ലമായിട്ടാണ് വന്നത്. ആ റിലേഷൻഷിപ്പ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ എനർജിയെ ഡ്രെയിനാക്കി കളഞ്ഞ് ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ് വന്നത്. പക്ഷെ ആ പയ്യൻ കഷ്ടപ്പെടും, പറയുന്നത് കേൾക്കണം, നിങ്ങളത് കേട്ടാൽ മനസ്സിലാവും. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് അവൻ ഇന്ന് പുറത്ത് ഒരു നല്ല ജോലി വാങ്ങി. അവൻ ആഗ്രഹിച്ച ഫസ്റ്റ്, അതായത് മീൻസ് ഇത് അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഡിപ്രഷനിൽ നിന്ന് വെളിയിൽ വരണമെന്നാണ്, ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് വരണമെന്നുള്ളത് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ പറഞ്ഞില്ലേ, കൃത്യമായിട്ട് പ്രാക്ടീസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം അതിൽ നിന്ന് മാത്രമല്ല, നമ്മളുടെ ഭാവി സെക്യൂർ ആക്കാനാണ് നമ്മൾ ചില കാര്യങ്ങൾ പറയും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എങ്കിലേ ഉള്ളൂ. കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം ഇവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേടിക്കിട്ടണമല്ലോ. ആ രീതിയിൽ പയ്യൻ കൃത്യമായിട്ടത് പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ് സന്തോഷം. അവനത് പറയും, നിങ്ങൾ കേൾക്കുക, അവൻ്റെ ലൈഫ് രക്ഷപ്പെട്ടു. താങ്ക് യു. ചേട്ടാ നമസ്കാരം, സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ നവംബറിലാണ് ചേട്ടൻ്റെ കോഴ്സിന് ചേർന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ എനിക്ക് ജോലി കിട്ടി. എനിക്ക് ജോലിയുടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതിൽ ജോലിയുടെ കാര്യമായിരുന്നു ഞാൻ കുറച്ചും കൂടി ഒന്ന് എംഫസൈസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജോലി കിട്ടി. എനിക്ക് അന്നേരം ആ ഒരു സംഭവം, നമ്മൾ ആ ഒരു പ്രാക്ടീസിലൂടെ പോകുമ്പോൾ എനിക്ക് വളരെ നല്ല സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന രീതിയിൽ നിന്ന് ഞാൻ വളരെ വ്യത്യാസമായിട്ട് എൻ്റെ പ്രാർത്ഥനയിൽ എന്നെ ചേഞ്ച് വരുത്തി. അതിൽ തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു, സമാധാനം വരാൻ തുടങ്ങി, പല കാര്യങ്ങളും എന്നെ ഏൽക്കാതായി. പിന്നെ ഒരുപാട് പേര് എന്നെ യൂസ് ചെയ്തിരുന്നു. ഞാൻ ആരെങ്കിലും എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ ഞാൻ അതിനോട് കേൾക്കുമായിരുന്നു. പക്ഷേ ഭയങ്കര കേട്ടിട്ട് എനിക്കത് നഷ്ടമാണെങ്കിൽ പോലും ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത്, ചേട്ടൻ്റെ ഇതിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ യൂസ് ചെയ്യാന്നുള്ളത്. അങ്ങനെ കുറേ തിരിച്ചറിവ് എനിക്കുണ്ടായി. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ജോലി എന്നുള്ളത് എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് ഒരുപാട് ഇങ്ങോട്ട് ഓഫേഴ്സ് വരാൻ തുടങ്ങി. അതായത് ജോലിയുടെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ. അതുവരെ ഒരു ഇൻ്റർവ്യൂ പോലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അതിനുശേഷം എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂ വരുമ്പോഴും ഞാൻ വളരെ കോൺഫിഡൻസോടെയാണ് പോയത്. പക്ഷേ അന്നേരം ഞാൻ എക്സ്പീരിയൻസ് എന്നുള്ളൊരു ഭാഗത്ത് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. എക്സ്പീരിയൻസ് എനിക്കില്ലല്ലോ എന്നുള്ളത് കാര്യം. അപ്പോഴാണ് ഞാൻ പിന്നെ ആലോചിച്ചത്, അത് എന്നെ ഒന്ന് പിന്നിലോട്ട് വലിക്കുന്നൊരു ഘടകമാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് പിന്നെ ഞാൻ ആ എക്സ്പീരിയൻസ് എന്നുള്ള ഭാഗം ഞാൻ വിട്ടു. ഇൻറ്റൻഷനിൽ ഞാൻ മറന്നു. പക്ഷെ അത് മറക്കൽ അത്ര പോസിബിൾ അല്ല, എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആ എക്സ്പീരിയൻസ് എന്നുള്ളൊരു ഭാഗത്തെ മറക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓരോരോ ജോലി ഡിസ്ക്രിപ്ഷൻ വരുമ്പോൾ അതിലുള്ള സ്കില്ലുകൾ ഞാൻ അക്വയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്നുള്ള ചിന്ത എനിക്ക് ഒഴിവാക്കാൻ പറ്റി. അങ്ങനെ ഞാൻ പിന്നെ പ്രാക്ടീസ് ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം ഫുള്ള് ചെയ്തു. ഫസ്റ്റത്തെ 21 days കറക്റ്റ് ചെയ്തു. പക്ഷെ അതിനുശേഷം പിന്നെ ഫുള്ള് അത് കണ്ടിന്യൂ ചെയ്ത് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മളാ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽസ്, അങ്ങനെ കാര്യങ്ങളും, പിന്നെ ചേട്ടൻ പറഞ്ഞ രീതിയിലുള്ള പ്രാർത്ഥനകൾ, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് ഒഴിവ് കിട്ടുന്ന ടൈമിൽ, ഈ പഠിച്ചു കഴിഞ്ഞ് ഒഴിവ് കിട്ടുന്ന ടൈമിൽ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ആ ഫസ്റ്റ് വന്ന ഇൻ്റർവ്യൂ എനിക്ക് ഫെയിലായി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളൊരു ഭാഗത്തെ പറ്റി ഇത് കോൺഷ്യസ് ആണെന്നുള്ളത്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളത്. പിന്നെ ഞാൻ അത് ഓവർകം ചെയ്യാൻ വേണ്ടി സ്കിൽസ് അക്വയർ ചെയ്യാൻ തുടങ്ങി. ലാസ്റ്റ് എനിക്കൊരു ഹോപ്പും ഇല്ലാതെ എനിക്ക് ഈ അബ്രോഡ് നിൽക്കാൻ പറ്റണില്ല, തിരിച്ച് വരികയാണ്, എനിക്ക് നിൽക്കാൻ കാശില്ല എന്നുള്ള രീതിയിൽ ഞാൻ തിരിച്ച് വരാൻ ടിക്കറ്റ് എടുത്തിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റിന് 2 ദിവസം മുന്നേ എനിക്കൊരു മെയിൽ വരികയാണ്, നിങ്ങളിങ്ങനെ CV സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇൻ്റർവ്യൂവിന് ഞങ്ങൾ വിളിക്കും, എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യണം പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ എല്ലാ ഇതും സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് അപ്പം തന്നെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ എന്തായാലും അവസാനമായിട്ട് ഇതുവരെ നിന്നിട്ട് കിട്ടിയതല്ലേ, നമുക്ക് ഇതും കൂടി നോക്കിയിട്ട് അടുത്ത മാസം തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ലാസ്റ്റ് ഈ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഇൻ്റർവ്യൂ വിളിച്ചു.
5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾ, എനിക്ക് ആകെ 1 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ അന്ന് അക്വയർ ചെയ്ത സ്കില്ല്, എൻ്റെ എക്സ്പീരിയൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, ഞാൻ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള ആ മൈൻഡ് സെറ്റിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ അക്വയർ ചെയ്ത സ്കില്ലും ഞാൻ ഉണ്ടാക്കിയെടുത്ത കോൺഫിഡൻസും, ഈ പ്രാക്ടീസിലൂടെയൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്ത കോൺഫിഡൻസും ഈ ഒറ്റ കാരണം കൊണ്ട് 5 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ മുന്നിൽ ഒന്നും ഇല്ലാതായി പോയി. അവരെന്നെ സെലക്ട് ചെയ്തു, ഞാൻ ജോയിൻ ചെയ്തു. ഗവൺമെൻറ് ജോലിയാണ്, അബ്രോഡ് ഗവൺമെൻറ് ജോലിയിലാണ് ഞാൻ കയറിയിട്ടുള്ളത്. വളരെ സന്തോഷം. ചേട്ടനോട് പറയണമെന്നുണ്ടായിരുന്നു, അതാണ്.